സെക്കൻഡ് ലോ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഇനേഷ്യ. മാസ് ഇനേഷ്യൻ്റെ ഒരു മെഷറാണ്. അതായത് നമ്മൾ പലതരം മടിയന്മാരുണ്ടാവും. അപ്പം മടിയന്മാർ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മടി ആരാണ്? നമ്മളതിന് മാർക്കിടണം. മടിയൻ നമ്പർ 1 നമ്മൾ മാർക്കിട്ട് 10 7, മടിയൻ നമ്പർ 2 നമ്മൾ പറഞ്ഞ് 8. അപ്പോൾ ഇവരിൽ ഏറ്റവും നല്ല മടിയുള്ള ആളാരാണ്? 8 മാർക്കുള്ള ആൾ. അതേപോലെ കുറേ ബോഡിക്ക് ഇനേഷ്യ ഉണ്ടാവും. അപ്പം ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ലേസിനെസ് അല്ലേ, മടി പോലെ. അപ്പോൾ അതിന് നമ്മൾ മാർക്കിടും. ആ മാർക്കാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ മാസ് ഉള്ളത് അയാൾക്കാണ് കൂടുതൽ ഇനേഷ്യ ഉള്ളത്. അപ്പം അതെങ്ങനെയാണ് അത് വന്നത്, മാസ് എങ്ങനെയാണ് ഇനേഷ്യൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 ബോഡി ഉണ്ട്. അത് ഡീപ്പ് സ്പേസിലാണ്. അതായത് അതിൻ്റെ തൊട്ടടുത്ത് വേറെ പ്ലാനറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്പേസിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ള സ്പേസ് ഭാഗത്താണുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്താണ്. ആ 2 ബോഡി കൊളൈഡ് ചെയ്യാണ്. 2 ബോഡീസ് ഇൻ ഡീപ് സ്പേസ് കൊളൈഡ്സ് ഇൻ ഡീപ് സ്പേസ്. അതിൻ്റെ ആവശ്യമില്ല അല്ലേ. 2 ബോഡീസ് ഇൻ ഡീപ് സ്പേസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊളൈഡ് ചെയ്യുന്ന ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോഡി 1 ബോഡി 2 2 പേരും ഇങ്ങനെ ഒന്ന് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത ശേഷം ഒരു ബോഡി 1 A1 ആക്സിലറേഷനും വെക്ടർ A1 ആക്സിലറേഷനും ബോഡി 2 വെക്ടർ A2 ആക്സിലറേഷനിലും മൂവ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഡിഫൈൻ ചെയ്യാണ് മാസിനെ. വി ഡിഫൈൻ മാസ് റേഷ്യോ ആസ് ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദെയർ ആക്സിലറേഷൻസ്. ഒബ്ജക്ട്സിന്റെ ആക്സിലറേഷന്റെ ഇൻവേഴ്സ് റേഷ്യോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് മാസ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് മാസ് 1 ഡിവൈഡ് ബൈ മാസ് 2 ഈക്വൽസ് വെക്ടർ A2 ബൈ വെക്ടർ A1ന്റെ മാഗ്നിറ്റ്യൂഡ്, ഇൻവേഴ്സ് റേഷ്യോ. ഇവിടെ 1 വന്ന് ഇതിന്റെ ഇൻവേഴ്സ് ആയിട്ട് 1, ഇവിടെ 2, അതുകൊണ്ട് ഇവിടെ 2. അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എടുത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് മാസ് റേഷ്യോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതുകൂടെ സർക്കുലർ റീസണിങ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, സാർ എന്തിനാണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണമെന്ന്. മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ കാരണം ഇവിടെ A1നും A2ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ അതിൽ നെഗറ്റീവ് വരും. അപ്പോൾ ആ നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ നോക്കുക, നമ്മൾ തൽക്കാലം A2 A1നേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. അതായത് A1 നമ്മളൊരു തൽക്കാലം 2 - i cap m/s² നിർത്തും. നെഗറ്റീവ് i cap ഇടാൻ കാരണം A1 ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. A2 6 i cap m/s² നിർത്തും. ഇവിടെ A2 ഗ്രേറ്റർ ദാൻ A1 എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A2 ബൈ A1 എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് സിമ്പിളൊക്കെ ഒഴിവാക്കാം, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ 6/2 എന്ന് പറയുന്നത് 3 ആവും. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A2 ബൈ A1നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് m1 ബൈ m2 എന്ന മാസ് റേഷ്യോ ആണ്. സോ അതുകൊണ്ട് m1 ബൈ m2 ആവും ആര്? 3. A2 ബൈ A1 3 ആണ്, അതുകൊണ്ട് m1 ബൈ m2 3 ആയി. അപ്പോൾ m1 എന്ന് പറയുന്നത് 3m2 ആയി. അതായത് m2 3 പ്രാവശ്യം ചേർന്നാലാണ് m1 ആവുക. അതുകൊണ്ട് m1 ഗ്രേറ്റർ ദാൻ m2 ആവും. അപ്പോൾ നിങ്ങളുടെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ആർക്കാണോ മാസ് കൂടുതലുള്ളത്, m1നാണ് ഇവിടെ മാസ് കൂടുതലുള്ളത്, അതിനാണ് ആക്സിലറേഷൻ കുറവുള്ളത്. ഇവിടെ m1 ഗ്രേറ്റർ ദാൻ m2. ഇവിടെ A1 കുറവാണ് A2നേക്കാളും. സോ മാസ് കൂടിയപ്പം ആക്സിലറേഷൻ കുറഞ്ഞു. അതൊന്ന് ഓർത്ത് നോക്കുക. ഞാൻ ബോർഡ് വായിച്ചിട്ട് അടുത്ത കാര്യം പറയും. നമുക്ക് കിട്ടിയ റിസൾട്ടാണിത്. m1 ഗ്രേറ്റർ ദാൻ m2 ആണെങ്കിൽ A1 ലെസ് ദാൻ A2 ആയിരിക്കും. അതായത് ആർക്കാണോ ലാർജർ മാസ് അതിനായിരിക്കും ലെസ്സർ ആക്സിലറേഷൻ. ലാർജർ ദ മാസ് ലെസ്സർ ദ ആക്സിലറേഷൻ. മാസ് കൂടിയ ആക്സിലറേഷൻ കുറയും. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? dv/dt ആണ്. അപ്പം ആക്സിലറേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി കുറയാം. അതായത് മാസ് ലാർജർ ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടും. സോ നമുക്ക് പറയാൻ പറ്റും ലെസ്സർ ദ ആക്സിലറേഷൻ ഹാർഡർ ടു ചേഞ്ച് വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് ഇനേഷ്യ എന്ന് പറഞ്ഞത്? ഇനേഷ്യ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ബോഡി ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബോഡിയുടെ പ്രത്യേകതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനേഷ്യ എന്ന് പറയുന്നത്. സോ ഹാർഡർ ടു ചേഞ്ച് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ലാർജർ ഇനേഷ്യ ഉണ്ടാവും. വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനേഷ്യ എന്തായിരിക്കും? ലാർജർ ആയിരിക്കും. കാരണം ഇനേഷ്യന്റെ ഡെഫിനേഷൻ തന്നെ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് ബോഡി ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ലാർജർ ഇനേഷ്യ ആണുള്ളത്.
സോ നമുക്ക് മനസ്സിലായി ലാർജർ മാസ് ആണെങ്കിൽ ലാർജർ ഇനേഷ്യ, അതായത് ഇനേഷ്യയും മാസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ സാധാരണയായിട്ട് ഇതൊന്നും ക്ലാസ്സിലോ NCERT-ലോ പറയാറില്ല. ഞാനിത് പറയാൻ കാരണം ഇത് പറയുന്നത് വളരെ സിമ്പിൾ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. തിയറിയിൽ നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരു ധൈര്യം കിട്ടും. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തിയറി പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കാരണമായിട്ട് പ്രോബ്ലംസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്ക് കുറയും. ഇപ്പോൾ തിയറി പ്രോപ്പറായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറത്തൊന്നുമില്ല, എനിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാജിക്കും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടില്ല, അപ്പം എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ല എനിക്ക് തിയറി അറിയാത്തതുകൊണ്ടാണോ, ഞാൻ വേറെ പുസ്തകം വായിക്കണോ എന്നുള്ള ഡൗട്ട് അവിടെ കഴിയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് പോകുന്നുണ്ട്. സോ ഇനേഷ്യ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ഈ വേറൊരു കാര്യം പറയാൻ പറ്റും, യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. കിലോഗ്രാം അഥവാ kg ആണ് യൂണിറ്റ് ഓഫ് മാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മാസ് ഇനേഷ്യ തമ്മിലുള്ള ബന്ധം നമ്മുടെ മനസ്സിലൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ m മാസുള്ള ഒരു ബോഡി, 2m മാസുള്ള വേറൊരു ബോഡി, രണ്ടും ഒരേ സ്പീഡിലാണ് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്നിൻ്റെ ഇനേഷ്യ 1 മറ്റേതിൻ്റെ ഇനേഷ്യ 2. അങ്ങനെയാണെങ്കിൽ ഇനേഷ്യകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? സോ നമുക്കറിയാം ഏതിനാണോ മാസ് കൂടുതൽ അതിനാണ് ഇനേഷ്യ കൂടുതൽ. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ 2m ആണ് എമ്മിനേക്കാൾ കൂടുതൽ, അതുകൊണ്ട് I2 ഗ്രേറ്റർ ദാൻ I1 ആണ്. ഇനി ഇവിടെ ഈ വിക്ക് പകരം ഇവിടെ ഒരു വി ഡാഷ് ആണെങ്കിലോ, ഇവിടുത്തെ വെലോസിറ്റി വേറെ ആണെന്ന് വിചാരിച്ചോ, ഇവിടെ വിയും ഇവിടെ വി ഡാഷ് ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഈ റിലേഷൻ മാറുമോ? ഇല്ല. അപ്പോഴും നമ്മൾ എന്താ നോക്കാം, ആർക്കാണ് കൂടുതൽ മാസ് അയാൾക്കാണ് കൂടുതൽ ഇനേഷ്യ. അയാളെ വെലോസിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആർക്കാണ് കൂടുതൽ മാസ് അയാൾക്കാണ് കൂടുതൽ ഇനേഷ്യ. ഇവിടെ ഒരു ബോഡി റെസ്റ്റിലാണ്, ഇവിടെ വെലോസിറ്റി ഒന്നുമില്ല. ഈ വേറൊരു ബോഡി നീങ്ങാണ്, വെലോസിറ്റി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താ നോക്കേണ്ടി, ആർക്കാണ് കൂടുതൽ മാസ്? രണ്ടുപേർക്ക് ഒരേ മാസ്. രണ്ടുപേർക്ക് ഒരേ മാസമായ രണ്ടുപേരും ഇനേഷ്യ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ I1 = I2 ഉണ്ടാവും. ഇനി പല പല ഷേപ്പിലുള്ള ഒബ്ജക്ട്സ്. സോ ഇതിൽ ആർക്കാണ് കൂടുതൽ ഇനേഷ്യ ഉണ്ടാവുക? നമ്മൾ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഷേപ്പ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കിത് നേരെ നോക്കിയാൽ മാസ് എല്ലാവർക്കും സെയിം ആണ്, അതുകൊണ്ട് ഇനേഷ്യ എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇനേഷ്യയും മാസും തമ്മിലുള്ള ബന്ധം.